ദൈവം ദാതാവിനെ പരിപാലിക്കുന്നു. നിങ്ങളെ നൽകാൻ വിളിക്കുന്ന ദൈവം നിങ്ങളെ പരിപാലിക്കുമെന്നും വിശ്വസിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ, നിങ്ങൾ സകലത്തിലും എപ്പാഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഈ വാഗ്ദത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം വിത്ത് വിതയ്ക്കുന്നവന് നൽകുകയും ദൈവിക കരുതൽ അനുസരണത്തെ തുടർന്ന് ഉണ്ടാകുകയും ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റുമെന്നും മലാക്കിയുടെ പുസ്തകം 3:10 നൽകുന്നതിലെ അനുസരണം ദൈവിക കരുതലിനെ ക്ഷണിക്കുന്നു എന്നും എബ്രായർക്ക് എഴുതിയ ലേഖനം 13:5 ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ നിലനിർത്തുന്നു എന്ന് വിശ്വസിച്ച് വിശ്വാസത്തോടെ നമുക്ക് നൽകുവാൻ സാധിക്കണം. ഒരു ലളിതമായ ഉദാഹരണം ചിന്തിക്കുകയാണെങ്കിൽ ഉറവയുള്ള കിണർ ഒരിക്കലും വറ്റുകയില്ല. അതുപോലെ നാം ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉറവിടം ഒരിക്കലും വറ്റുകയില്ല. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ഞാൻ നൽകുമ്പോൾ ദൈവം എൻ്റെ ഉറവിടമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ ദാതാവാണ്. ഭയമില്ലാതെ നൽകാനുള്ള എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ പരിമിതികളിലല്ല, അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.